മാധവ് അത് വാങ്ങി മുകളിലേക്ക് തട്ടി. അത് കണ്ട് ശിവു കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. അവളുടെ ചിരിയുടെ ശബ്ദം ഹാളിലാകെ അലയടിച്ചു. അത്രയ്ക്കും സന്തോഷം വരുമ്പോൾ മാത്രമാണ് അവൾ ശബ്ദത്തിൽ ചിരിക്കുന്നത്. അത് കണ്ട് തീർത്ഥയുടെ ഉള്ളു നിറഞ്ഞു. അവൾ ആരാധനയോടെ മാധവനെ നോക്കി. എപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ മുഖത്ത് വാത്സല്യം കുനിയുന്നതവൾ കണ്ടു. ആ ഭാവത്തിൽ ആ മുഖം കൂടുതൽ മനോഹരമായിരുന്നു. ഓപ്പേ! തീർത്ഥയെ കണ്ട് ശിവ അവൾക്കരികിലേക്ക് ഓടി വന്നു. കണ്ടോ, ഈ ചേട്ടൻ വാങ്ങി തന്നതാ. ബലൂൺ അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ശിവ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ടവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന അളകങ്ങൾ ഒതുക്കി വെച്ചു. തീർത്ഥയെ കണ്ട് മാധവ് അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. താൻ വന്നതുകൊണ്ടാണോ ഇദ്ദേഹം എഴുന്നേറ്റ് പോയത്? വീണ്ടും അവളുടെ നെഞ്ചിൽ നോവ് പടർന്നു. മാധവിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ മുഖത്തെ ഗൗരവം അവളെ വിലക്കി. വല്ലാത്ത ഒറ്റപ്പെടൽ ആ വലിയ വീടിനുള്ളിൽ അവൾക്ക് അനുഭവപ്പെട്ടു. ഓപ്പേ, വാ, നമുക്ക് കളിക്കാം. ആലോചനയോടെ നിൽക്കുന്ന തീർത്ഥയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. ഓപ്പ, ഇപ്പം വരാം. മോള് റൂമിലേക്ക് പോയിക്കോ. കുഞ്ഞിനെ റൂമിൽ കൊണ്ടുപോയി ആക്കിക്കൊണ്ട് അവൾ മാധവൻ്റെ റൂമിലേക്ക് നടന്നു. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുകയാണ്. തീർത്ത റൂമിലേക്ക് വന്നതറിഞ്ഞെങ്കിലും അവൻ ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തിയില്ല. അവനോട് സംസാരിക്കാൻ ഒരു അവസരത്തിനായി അവൾ റൂമിനുള്ളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞു. വിരിച്ചിട്ട ബെഡ്ഷീറ്റ് ഒന്നുകൂടി വിരിച്ചിടുകയും അടുക്കി വെച്ച സാധനങ്ങൾ ഒന്നുകൂടി അടക്കി വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾ ഇടയ്ക്കിടെ അവനെ പാളി നോക്കി. പക്ഷേ മാധവിൻ്റെ ഒരു നോട്ടം പോലും അവളെ തേടി ചെന്നില്ല. ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നതിന് പുറമെ അവൻ ആർക്കോ കോളും ചെയ്യുന്നുമുണ്ട്. തന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. അവഗണനയുടെ കാരണമറിയാതെ ഉരുകുന്ന മനസ്സുമായി അവൾ പുറത്തേക്ക് നടന്നു. പരിഗണന ഇല്ലാത്തിടത്ത് പരാതികൾക്ക് സ്ഥാനമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ശിവുവിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് ചിന്നു സ്റ്റെപ്പ് കയറി വരുന്നത് അവൾ കണ്ടത്. ജാനകി ചിറ്റ അങ്ങനെ പറഞ്ഞതിൽ ചിന്നുവിന് തന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഒരു ക്ഷമ ചോദിക്കാമെന്ന് കരുതി അവൾ അടുത്തേക്ക് ചെന്നെങ്കിലും ചിന്നു അവളെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് കയറിപ്പോയി. ഈശ്വരാ, ഇതെന്ത് വിധിയാണ്! സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടാണ് ആരും തയ്യാറാവാത്ത ഈ ഒരു കാര്യത്തിൽ താൻ തയ്യാറായത്. എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താ ദുരിതങ്ങൾ ഒഴിയാത്തത്? എല്ലാവരുടെയും അവഗണന അവളെ വല്ലാതെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. അവഗണനയുടെ ഉമിത്തിയിൽ അവൾ നീറി. ഉള്ളിൽ നിന്നും തികട്ടി വന്ന സങ്കടം അടിച്ചമർത്തിക്കൊണ്ട് അവൾ ചിന്നുവിൻ്റെ റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോണിൽ എന്തോ ചെയ്യുകയാണ് ചിന്നു. റൂമിലേക്ക് കയറിയ തീർത്ത എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം സങ്കോചപ്പെട്ടു നിന്നു. എന്താ? യാതൊരു മയവുമില്ലാതെ ചിന്നു അവൾക്ക് നേരെ പുരികമുയർത്തി. എനിക്ക് ചിന്നുവിന് ചായ തരുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ജാനകി ചിറ്റ. തീർത്ത് തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ ചിന്നു തിരിഞ്ഞു കിടന്നു. അപമാനിതയായി തീർത്ത നിന്നുരുകി. അപമാനത്തിൻ്റെ കയ്പുനീരിൽ അവളുടെ തൊണ്ടയിൽ തടഞ്ഞു. ചിന്നു! അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് തീർത്ത വിളിച്ചു. എന്തായാലും ആ കാര്യം കഴിഞ്ഞില്ലേ? ഇനി എന്തായാലും ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യവും പറയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ചിന്നു ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ തിരുകി. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്കിറങ്ങി. സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി തീർത്ത ശിവയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞ് പടം വരയ്ക്കുകയാണ്. ശല്യം ചെയ്യണ്ട എന്ന് കരുതി അവൾ തിരികെ മാധവിൻ്റെ റൂമിലേക്ക് തന്നെ നടന്നു. റൂമിലെത്തുമ്പോൾ മാധവ് ലാപ്ടോപ്പ് അടച്ചു വെച്ച് എഴുന്നേൽക്കുകയാണ്. തീർത്ത വേഗം അവൻ്റെ അരികിലേക്ക് ചെന്നു. എന്തേ? പുരികം തെല്ലുയർത്തിയാണ് ചോദ്യം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ചെറിയൊരു പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു. എന്താ? മുഖത്തു നിന്നും കണ്ണട മാറ്റിക്കൊണ്ട് അവൻ കണ്ണും മുഖവും ഒന്ന് അമർത്തിയൊഴിഞ്ഞു. നാളെ ശിവുവിനെ സ്കൂളിൽ വിടണം. ലീവ് തീർന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. രാവിലെ റെഡി ആയിക്കോളൂ, ഞാൻ ആക്കിക്കോളാം. വൈകിട്ട് ഈ വഴിക്ക് സ്കൂൾ ബസ്സുണ്ടോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്തോളാം. കണ്ണട തിരികെ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്നു മൂളി. വീണ്ടും എന്തോ പറയാനുള്ളതുപോലെ അവളുടെ നിൽപ്പ് കണ്ട് മാധവ് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഉള്ളിലേറെ സങ്കടമുള്ളതുപോലെ ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മിഴികൾ താഴ്ത്തിയാണ് തീർത്ത അത് ചോദിച്ചത്. ആ ചോദ്യം പ്രതീക്ഷിച്ചതുപോലെ മാധവ് ഒന്ന് നെടുവീർപ്പിട്ടു. തന്നോട് ദേഷ്യമുണ്ടാകാൻ താൻ എന്ത് തെറ്റാ ചെയ്തത്? ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അവൻ കസേരയിൽ ചാരി നിന്നു. അതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. തനിക്കെന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കും താൻ മറുപടി പറയണം. അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? മുൻപിൽ മിഴികൾ താഴ്ത്തി നിൽക്കുന്ന അവളുടെ മുഖത്ത് വെള്ളിവെയിൽ ചായം തീർക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ എന്നോട് മിണ്ടാത്തത് എന്ന് എനിക്കറിയില്ല. അപ്പോഴും അവൾ മിഴികൾ ഉയർത്തുകയോ അവനെ നോക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് മിണ്ടണമെങ്കിൽ ഇയാൾ എന്തെങ്കിലും എന്നോട് മിണ്ടാറുണ്ടോ? എന്നെ ഒന്ന് നോക്കാറുണ്ടോ? ഇപ്പോൾ തന്നെ നോക്കൂ, തല താഴ്ത്തി പിടിച്ചല്ലേ നിൽക്കുന്നത്. എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നത്? അതോ നാണമാണോ? ചാട്ടുളി പോലെ വേഗത്തിലാണ് അവൻ സംസാരിക്കുന്നത്.
വാക്കുകൾക്കൊപ്പം അവൻ്റെ കണ്ണിമകളും ചലിക്കുന്നുണ്ടായിരുന്നു. തീർത്ത മിഴികൾ ഉയർത്തി അവനെ നോക്കിയെങ്കിലും അതേ വേഗത്തിൽ തന്നെ അവൾ മിഴികൾ താഴ്ത്തി. അവൻ്റെ തീക്ഷ്ണമായ മിഴികളെ നേരിടാൻ അവൾക്കാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. മാധവൻ്റെ ശബ്ദം ഇതിൽ കുറച്ചുകൂടി ഗൗരവം കൈവന്നു. അവളൊന്നു മൂളി. നമ്മുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്നും ഞാൻ തന്നെ കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ തനിക്കറിയാമല്ലോ. അതുകൊണ്ട് സാധാരണ ഭാര്യാഭർത്താക്കന്മാരെ പോലെ നമുക്ക് ജീവിതം തുടങ്ങാൻ കുറച്ച് സമയം വേണ്ടിവരും. അതുവരെ താൻ കാത്തിരുന്നേ പറ്റൂ. മാധവൻ്റെ വാക്കുകൾ അവളിൽ ആശ്വാസമാണ് ഉണ്ടാക്കിയത്. കുറച്ച് കാത്തിരുന്നാലും താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം തനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസം. അവൻ പറഞ്ഞതെല്ലാം അവൾ മൂളിക്കേട്ടു. ചുട്ടുനീറുന്ന മരുഭൂമിയെ കുളിർക്കാറ്റ് തഴുകിയതുപോലെ അവളുടെ മനസ്സൊന്ന് തണുത്തു. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ? റിംഗ് ചെയ്ത ഫോൺ സൈലൻ്റ് ആക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. ഓക്കെ. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഓഹ്, തീർത്ത ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അദ്ദേഹത്തിന് തന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല. പെട്ടെന്നുണ്ടായ കല്യാണമായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇനി എന്തൊക്കെയുണ്ടായാലും താൻ കാത്തിരിക്കും, എല്ലാ അർത്ഥത്തിലും മാധവൻ്റെ ഭാര്യയാവാൻ. അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ കൂടുതൽ ശക്തി പകർന്നു. അടുത്ത മാസമായാൽ ഡിസംബറിൽ ഡേറ്റ് ആവും. കലണ്ടർ മറിച്ചു നോക്കിക്കൊണ്ട് പാർവതി എന്തോ പിറുപിറുക്കുന്നത് കേട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്ന മഹേശ്വർ തിരിഞ്ഞു നോക്കി. എന്താ പാർവതി? അയാൾ ചോദിച്ചു. അല്ല ഏട്ടാ, അടുത്ത മാസം തീർത്ത ഗർഭിണിയായാൽ ഡിസംബർ ആകുമ്പോഴേക്കും പ്രസവമുണ്ടാകും. മഹേശ്വർ താഴെ ഊരിയിടുന്ന ഡ്രസ്സുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവർ പറഞ്ഞു. ബെസ്റ്റ്. ഇന്നലെ അങ്ങ് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പ്രസവം വരെ എത്തിയോ കാര്യങ്ങൾ? മഹേശ്വർ ചിരിയോടെ ചോദിച്ചു. കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ ആ കല്യാണം നമ്മൾ നടത്തിയിരിക്കുന്നത്. മുഷിഞ്ഞ തുണികൾ ലോണ്ടറി ബാഗിലേക്ക് ഇടുന്നതിനിടയിൽ പാർവതി ഭർത്താവിനെ തിരിഞ്ഞു നോക്കി. അതൊക്കെ ദൈവം തരുന്നതല്ലേ, നീ ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടല്ലേ. നമ്മുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര നാളായിട്ടും. വാർഡ്രോബിൽ നിന്നും മുണ്ടെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. ഈ കാര്യം എന്തായാലും നടക്കുമേട്ടാ. വല്യേടൻ തിരുമാനി പറഞ്ഞിരിക്കുന്നതാണ്. അണുവിട തെറ്റില്ല, ഉറപ്പാണ്, പാർവതി പറഞ്ഞു. പാർവതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ മഹേശ്വർ കണ്ണുമിഴിച്ചു. വാ കഴിക്കാം. വീണ്ടും കലണ്ടറിൽ എന്തോ അടയാളപ്പെടുത്തിക്കൊണ്ട് പാർവതി പുറത്തേക്കിറങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജാനകിയും തീർത്തിയും ഡൈനിങ് റൂമും അടുക്കളയും വൃത്തിയാക്കൽ തുടങ്ങി. അപ്പോഴാണ് അവൾ നാളെ മുതൽ ശിവു സ്കൂളിൽ പോകുന്ന കാര്യം ചിറ്റയോട് പറഞ്ഞത്. നല്ല കാര്യം. ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞിരുന്നിട്ട് ആ കുഞ്ഞിന് ബോറടിക്കുന്നുണ്ടാകും അല്ലേ? എല്ലാവരും കഴിച്ചു വെച്ച പ്ലേറ്റുകൾ കൊണ്ടുവന്ന് സിങ്കിലിട്ടുകൊണ്ട് ജാനകി പറഞ്ഞു. ചിറ്റയാണോ ഇന്നും ഇതൊക്കെ ചെയ്യുന്നത്? ഭക്ഷണം വെച്ചതും കഴിച്ചതുമായ ഒരു കുന്നു പാത്രങ്ങൾ സിങ്കിൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. അല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത്? ജാനകി വിഷാദത്തോടെ ഒന്ന് ചിരിച്ചു. അപ്പോൾ മാധവേട്ടൻ്റെ അമ്മ? അവൾ സംശയത്തോടെ നിർത്തി. ചേച്ചിക്ക് അധികം നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. മുട്ടിൻ്റെ ലിഗ്മെൻറ്റിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ലെന്നറിയാം. പാത്രങ്ങൾ ഓരോന്നോരോന്നായി കഴുകിക്കൊണ്ട് ജാനകി പറഞ്ഞു. നാളെ മുതൽ ഞാനും സഹായിക്കാം. എനിക്ക് പാചകം വലിയ വശമൊന്നുമില്ല. ചിറ്റ പഠിപ്പിക്കാമോ? കിച്ചൺ സ്ലാബ് തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കുന്നതാണോ മോളെ? എല്ലാം കണ്ടറിഞ്ഞ് പഠിക്കുന്നതല്ലേ. പിന്നെ മോൾക്ക് ഭാഗ്യമുണ്ട്. മാധവന് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും ഒരു കുറ്റവും പറയാതെ അവൻ കഴിച്ചോളും. മാധവിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് തീർത്ത് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ജാനകിയിൽ നിന്നും അങ്ങനെയൊരു മറുപടി വന്നത്. മതി മോളെ, മോള് പോയി കിടന്നോ. അടുക്കള സ്ലാബ് തുടച്ച് തറയും ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞപ്പോൾ ജാനകി അവളെ നിർബന്ധിച്ച് റൂമിലേക്ക് പറഞ്ഞയച്ചു. തീർത്ത റൂമിലേക്ക് നടക്കുമ്പോൾ ഹാളിലിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ അടുത്തിറങ്ങിയ സീരീസ് കാണുകയാണ് ചിന്നു. ചിന്നുവിന് ഒന്ന് അമ്മയെ സഹായിച്ചൂടെ? ഇനിയും എന്തോരം ജോലികളുണ്ട് ആ അടുക്കളയിൽ. മനസ്സിലോർത്തുകൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു. ഉച്ചക്കുറങ്ങിയെങ്കിലും അത്താഴം കഴിഞ്ഞ ഉടനെ ശിവു ഉറക്കം പിടിച്ചിരുന്നു. നാളെ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉറക്കം വരാഞ്ഞിട്ടും കുഞ്ഞു പോയി കിടന്നത്. റൂമിലേക്ക് കയറുന്നതിന് മുൻപ് തീർത്ത പതുങ്ങിപ്പോയി ശിവുവിൻ്റെ റൂമിലേക്ക് എത്തി നോക്കി. ആള് നല്ല ഉറക്കത്തിലാണ്. ഒരു ഉമ്മ കൊടുക്കണമെന്നുണ്ടെങ്കിലും എങ്ങാനും ഉണർന്നാലോ എന്ന് കരുതി വാതിൽ ചാരിക്കൊണ്ട് അവൾ മാധവൻ്റെ റൂമിലേക്ക് നടന്നു. തീർത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് ഫയൽ നോക്കി ലാപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുകയാണ്. അവൾ ചെന്ന് ബെഡിലിരുന്നു കൊണ്ട് മുടി ഒതുക്കി കെട്ടിവെച്ചു. പിന്നെ ബെഡ് റെസ്റ്റിൽ ചാരി മാധവനെ നോക്കി. ലൈറ്റ് ഓഫ് ചെയ്യണോ? തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ ചുമൽ കൂച്ചി. കിടന്നോ? ഞാൻ ലേറ്റാവും. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞിരുന്നു. മാധവ് അരികിൽ വന്നിരുന്നില്ലെങ്കിലും സ്നേഹത്തോടെ നോക്കിയില്ലെങ്കിലും തന്നോട് ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, തന്നെ പരിഗണിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് തീർത്ത. നേർത്ത പുഞ്ചിരിയോടെ അവൾ ബെഡിനോരത്തായി കിടന്നു. കുറച്ചു കഴിഞ്ഞ് തല ചിരിച്ച് നോക്കുമ്പോഴും അവൻ ലാപ്ടോപ്പിന് മുന്നിൽ തന്നെയാണ്. തീർത്ത പതിയെ അവനിരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് പാതി തുറന്ന മിഴികളാൽ അവനെ നോക്കി. മാധവ് അവളുടെ മനസ്സിൽ ഒരു മോഹമായി വളർന്നു.
അവൻ അരികിൽ വന്ന് കിടന്നിട്ടേ ഉറങ്ങൂ എന്ന് ഉറപ്പിച്ചുവെങ്കിലും രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അർജന്റായിട്ട് മെയിൽ ചെയ്യേണ്ട ഫയലായിരുന്നു അത്. വർക്കെല്ലാം കഴിഞ്ഞ് മാധവ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റപ്പോഴേക്കും സമയം പാതിരാത്രിയോടെ അടുത്തിരുന്നു. ലാപ്ടോപ്പ് അടച്ചു വെച്ച് കണ്ണട ഊരിമാറ്റി കണ്ണുകൾ അമർത്തിയൊഴിഞ്ഞുകൊണ്ട് അവൻ ബെഡിനരികിലേക്ക് വന്നു. തീർത്തും നല്ല ഉറക്കത്തിലാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖഭാവത്തോടെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി ഒരല്പം നേരം നിന്നുകൊണ്ട് മാധവ് ബെഡിനോരത്തായി കിടന്നു. അരികിൽ കിടക്കുന്ന അവളുടെ ഗന്ധം അവനെ പൊതിഞ്ഞു. മാധവ് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ കൈവിരൽ തുമ്പ് മെല്ലെ തൊട്ടു. വളരെ മൃദുലമായിരുന്നു അത്. പിന്നെ എന്തോ ആലോചിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു കിടന്നു.